ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾക്ക് നിരാശയാണ് അനുഭവപ്പെട്ടത്. 45 ദിവസത്തെ നിരോധനം കഴിഞ്ഞ് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് മത്സ്യബന്ധന യാനങ്ങൾ കടലിൽ പോയത്. പ്രതീക്ഷയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോയതെങ്കിലും മിക്ക ബോട്ടുകളും നിരാശയായിട്ടാണ് മടങ്ങിയത്. ഇതിന് കാരണം കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മഴയില്ലാത്തതിന്റെ ഒരു പരാജയമുണ്ട്, അതാണ് മെയിൻ. മഴ കിട്ടിയില്ല നമുക്ക്, അതുകൊണ്ടുള്ള പരാജയം കാണുന്നത്. ബോട്ടുകളുണ്ട്, ഒരുപാടുണ്ട്. എന്തുവാന്ന് നമുക്ക് ഈ ബോട്ടുകാർ കുറഞ്ഞ പെയ്ത്തൊക്കെയാണ് പറയുന്നത്. എല്ലാ ബോട്ടുകളും കറക്റ്റായിട്ട് പറയത്തില്ല. ബാലൻസ് വഴി പറയുന്ന പറഞ്ഞാൽ എല്ലാ ബോട്ടും കറക്റ്റ് പറയത്തില്ല. പിന്നെ കുറഞ്ഞ പെയ്ത്തൊക്കെ പറയുന്നുണ്ട്. ഒന്നുമില്ലെന്ന് പറയുന്നവരുമുണ്ട്, കുറഞ്ഞ പെയ്ത്തുള്ളവരുമുണ്ട്. വടക്ക് നിന്നാണ് നമുക്ക് കൂടുതൽ ചരക്ക് കിട്ടുന്നത്. എല്ലാ പ്രാവശ്യം എന്ന് പറഞ്ഞാലേ മഴ പെയ്യാത്ത കോളെടുക്കാത്തതിന്റെ പുറത്ത് വടക്ക് നിന്നാണ് ഇപ്പൊ കൂടുതൽ ചരക്ക് കിട്ടുന്നത്. തെക്കോട്ട് ചരക്ക് വരുന്നില്ല. സാധാരണ നിരോധനം കഴിഞ്ഞാൽ വലയിൽ കൂടുതലായി ലഭിക്കുന്നത് കരിക്കാടി ഇനം കൊഞ്ചുകളാണ്. കൂടാതെ നാരനും കഴന്തനും ഓബി എന്നീ ഇനം കൊഞ്ചുകളുമാണ് ധാരാളമായി ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പേരിന് മാത്രമാണ് വല ബോട്ടുകൾക്ക് ലഭിച്ചത്. പകരം ലഭ്യമായത് അധികം ഉപയോഗമല്ലാത്തതും വില കുറവുള്ളതുമായ നങ്കിനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ്. ഒരു കൊട്ട കരിക്കാടിക്ക് 6000 രൂപയാണ് ശക്തികുളങ്ങര ഹാർബറിലെ വില. കഴിഞ്ഞ തവണ മത്സ്യങ്ങളുടെ ലഭ്യത കുറവായിരുന്നെങ്കിലും കരിക്കാടി, കണവ, കിളിമീൻ ഇവ ധാരാളമായി ലഭിച്ചിരുന്നു. മഴയുടെ കുറവാണ് മത്സ്യങ്ങളുടെ ലഭ്യതയ്ക്ക് കാരണമെങ്കിലും വരും ദിനങ്ങളിൽ മത്സ്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ മേഖല. ഏകദേശം 1000-ഓളം മത്സ്യബന്ധന ബോട്ടുകൾ നിരോധനം കഴിഞ്ഞ് കടലിൽ പോയിട്ടുണ്ട്. ഉൾക്കടലിൽ ആഴ്ചകളോളം മത്സ്യബന്ധനം നടത്തിവരുന്ന വലിയ ബോട്ടുകൾ വന്നാൽ മാത്രമേ മത്സ്യങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് പറയാൻ കഴിയൂവെന്ന് ബോട്ട് ഉടമകൾ പറയുന്നു. ഇപ്പോൾ തീരത്തെത്തിയിരിക്കുന്നത് ഇടത്തരം ബോട്ടുകളാണ്. ശക്തികുളങ്ങര, നീണ്ടര ഹാർബറുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന സ്ത്രീകളടക്കമുള്ള ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അതിരാവിലെ തന്നെ ഹാർബറിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഇവരിൽ മിക്കവരും അമിത വില നൽകി മീൻ വാങ്ങാൻ കഴിയാതെ ഒഴിഞ്ഞ കൊട്ടയുമായി തീരം വിടേണ്ടി വന്നു. പലരും പലിശയ്ക്കും മറ്റും പണം കടം വാങ്ങിയാണ് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ഡീസൽ അടിച്ച് പ്രതീക്ഷയോടെ കടലിലേക്ക് പോയത്. എന്നാൽ ഡീസൽ കാശിന് പോലും മീൻ ലഭിക്കാതെ തീരം ഒഴിയുകയായിരുന്നു. കിട്ടിയ മീൻ ഹാർബറിൽ കച്ചവടം നടത്തിയതിനു ശേഷം വീണ്ടും കടലമ്മ കനിയുമെന്ന പ്രതീക്ഷയിൽ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്നുണ്ട്. ഹാർബറിലെ ലോഡിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന അനുബന്ധ തൊഴിലാളികൾക്കും നിരാശയാണ് നേരിടേണ്ടി വന്നത്. വരും ദിനങ്ങളിൽ മത്സ്യങ്ങളുടെ ലഭ്യതയിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.